ഹായ് സോൾ സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആണ്. എന്താണ് നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അവരുടെ അവസ്ഥ എന്നൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ. ജഡ്ജ്മെൻറ്റ്, ദ സ്റ്റാർ വന്നിട്ടുണ്ട്. Nine of Swords and High Priest. ഒരു മിനിറ്റ്, ജനൽ ഒന്നടിച്ചിട്ട്. ഓക്കെ. ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ക്യൂൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ. ബോട്ടം ഔട്ടൊക്കെ സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ദ ഫൂളും വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് അവരുടെ ഒരു ചിന്ത എന്നുള്ളതൊന്നൊക്കെ നോക്കാം. ഒക്കെ കാണുന്നു എന്ന് വിശ്വസിക്കുന്നു. ജഡ്ജ്മെൻ്റ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പറ്റി അവർ ജഡ്ജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എന്താണ് അവസ്ഥ എന്നും ഇത്രയും ദിവസം ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവരും ആയിരിക്കാം. ആ ഒരു സിറ്റുവേഷനിലുള്ളവർ ഒന്നിക്കാൻ പോകുന്നു എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു ഇതാണ് എനിക്കിവിടെ കാണുന്നത്. കാരണം സെലിബ്രേഷൻ വന്നിട്ടുണ്ട്, നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, തൊട്ടടുത്ത് അവർ വന്നിട്ടുണ്ട്. അതായത് നൈറ്റ് ഓഫ് വാൻസ്, അവർ പെട്ടെന്ന് വരുന്നു എന്നുള്ളൊരു ജഡ്ജ്മെൻ്റാണ് വന്നിരിക്കുന്നത്. ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവർ ജഡ്ജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെപ്പറ്റി. ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷയുണ്ട് അവർക്ക്. നിങ്ങൾ വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അവർക്ക്. പക്ഷേ അവർ രാത്രി ഉറക്കമില്ല, ഒന്നുമില്ല. ഉറക്കം, ആൻസൈറ്റി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവരാകെ എന്താ പറയുക, ബുദ്ധിമുട്ടിലാണ്. എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. രാത്രി തീരെ ഉറക്കമില്ല. ഒരു മനുഷ്യന് ഏറ്റവും ഇപ്പോൾ ആണുങ്ങൾ അധികം രാത്രിയാണല്ലോ അവർക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യും, ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ അവർക്ക് അന്നേരമാണ് അവർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യവും മറ്റുള്ള കരിയർ കാര്യവും എല്ലാം അവർ ചിന്തിക്കുന്നത് ആ ഒരു രാത്രിയാണ്. അപ്പോൾ ഭയങ്കര ഇമോഷണലായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെയോ രഹസ്യം ഉള്ളിൽ വെക്കുന്നുണ്ട്. നിങ്ങളോടുള്ള പ്രണയമായിരിക്കാം, നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടമായിരിക്കാം. ഓക്കെ. മാത്രമല്ല ക്യൂൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ബോട്ടം ഓഫ് ഡെക്കിൽ കണ്ടില്ലേ, അവർ പഴയ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ അവർ ഇതുവരെ ഇമ്മച്യൂരിറ്റി ആയിട്ട് പെരുമാറിയത്, മെച്യൂരിറ്റി ഇല്ലാതെ ഇത്. അപ്പോൾ അവർ ആ പഴയ ആ ഒരു ഓർമ്മ, പഴയ ആ ഒരു എന്താ പറയുക, ആ ഒരു മെമ്മറീസ്, അതിലൊക്കെ കുടുങ്ങിപ്പോയ ഒരവസ്ഥ, അതിലൊക്കെ ഒരു ചിന്തിക്കുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് അവർ കടന്നു പോകുന്നത്. അവർ പഴയ കാര്യത്തിൽ തന്നെ സ്റ്റക്കാണ്. അവരത് ആലോചിച്ച് ഇങ്ങനെ ജഡ്ജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ക്യൂൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം, നിങ്ങളോടുള്ള കാര്യങ്ങൾ തുറന്ന് പറയണം എന്നൊക്കെയുണ്ട്. പക്ഷേ ഒരു നെഗറ്റിവിറ്റി അവിടെ ഉണ്ട്. ഒരു നെഗറ്റിവിറ്റി, ഇപ്പോൾ ഒരു കറുത്ത പൂച്ചനെ കണ്ടില്ലേ, ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. പോണോ പോണ്ടോ അങ്ങനെയുള്ളൊരു സംശയത്തിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ
അവർ നിങ്ങളെ അടുത്തേക്ക് വരും, കാര്യങ്ങൾ സംസാരിക്കാൻ വരും. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും കപ്സ് ഉണ്ട്, പക്ഷെ അവർ എന്താ പറയുക, ഒരു രാജാവിനെ പോലെയോ ഒരു അധികാരത്തിനെ പോലെയോ ഇരിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ അവരുടെ ഉള്ളിൽ എന്താണ്, ഇങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മുഖംമൂടി, അത്രേ ഉള്ളൂ. ആ ഒരു മുഖംമൂടി ഇട്ടിട്ട് കാര്യമില്ല. അവരുടെ ഉള്ളിൽ എന്താണ്, നിങ്ങളോടുള്ള ആ ഒരു പ്രണയമാണ്. ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം, സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത എന്ന് പറയാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത് നോക്കാം, ഗൈഡൻസ് നോക്കാം. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താ നോക്കാം. സോറി, ഞാൻ 3 കാർഡ് എടുക്കും കേട്ടോ. അതെ, യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ, വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കായിട്ട് സമയം കരുതി വരുന്നു എന്നാണ് പറയുന്നത്. കണ്ടോ, ഒരു കെട്ട് കണ്ടോ, ഒരു കെട്ട്, അതിനെ ആ കെട്ടിൽ നിന്ന് ഊരി ഒരു നൂലാക്കി മാറ്റി, ആ ഒരു നൂല് നല്ല രീതിയിൽ താഴത്തേക്ക് പോവുകയാണ്. ആ ഒരു പ്രതീക്ഷയോടാണ് ആ കുട്ടി നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നിങ്ങളും നിൽക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഒരു പ്രതീക്ഷ, ദൈവത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു സോറി, ആ ദൈവത്തിൻ്റെ ആ ഒരു ഇത് നിങ്ങളിലുണ്ട്, മനസ്സിലായോ? അതാണ് പറയുന്നത്. അതായത് യൂണിവേഴ്സ് നിങ്ങളൊപ്പമുണ്ട്, നിങ്ങൾ പ്രതീക്ഷയോടെ നിൽക്കുക എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു നീർക്കെട്ടിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മോചിതമാവുക എന്നാണ് പറയുന്നത്. മോചിതമാവുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവർ ഈ ഒരു വ്യക്തി കരഞ്ഞ് ആ ഒരു വെള്ളക്കെട്ടിൽ കിടക്കുകയാണ്. അതായത് അവരുടെ വിഷമത്തിലാണ് ആ കിടന്ന് ഇതാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരിക, ഏസ് ഓഫ് പെൻറ്റക്കിളിലേക്ക് വരിക. ഓക്കെ, ഒരു ഓപ്പർച്യൂണിറ്റി അതൊക്കെ ദൈവം തരും നിങ്ങൾക്ക്. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും വേറെന്ത് കാര്യത്തിലാണെങ്കിലും. അപ്പോൾ അതാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, ന്യൂ ബിഗിനിങ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കായിട്ട് കാലചക്രം കറങ്ങി വരുന്നു, നിങ്ങൾക്കായിട്ട് ആ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നു. ഈ സമയം ചിലപ്പോൾ കെട്ടിക്കുടുങ്ങിയ ഒരു അവസ്ഥയിലായിരിക്കാം. ആ ഒരു കെട്ടിക്കുടുക്ക് അത് കഴിഞ്ഞ് അതൊരു നൂല്, അതിൻ്റെ അറ്റം നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അങ്ങനെയാണ്, മനസ്സിലായോ? അപ്പോൾ അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതാണ് യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഓക്കെ, എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഗൈഡൻസ്, അതിൻ്റെ ഒരു ഇത്. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലസ് യു ആൾ, ബൈ.